ഓസ്ട്രേലിയയിൽ വർഷത്തിൽ 2 പ്രാവശ്യം അവിടുത്തെ കൗൺസിൽ ആക്രി സാധനങ്ങൾ അഥവാ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഡേ വെക്കും. അങ്ങനെ ഉള്ള ഡേയിലേക്ക് പുറത്തെടുത്ത് വച്ചിരിക്കുന്ന ഓരോ വീട്ടുകാരും പുറത്തെടുത്ത് വച്ചിരിക്കുന്ന വസ്തുക്കളാണ് ഈ കാണുന്നത്. ഇവയിൽ ബഹുഭൂരിപക്ഷം സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഒന്ന്, പുതിയതൊക്കെ വാങ്ങിക്കുമ്പം പഴയത് വയ്ക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഉപേക്ഷിക്കും. പലർക്കും ഇത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കാവുന്നതാണ്. പലരും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ആരും എടുക്കാതെ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ, ആരും എടുക്കാത്ത സാധനങ്ങൾ കൗൺസിലിൻ്റെ വാഹനം വന്ന് കളക്ട് ചെയ്ത് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഡംപ് ചെയ്യും. ഇതിനെ വെർജ് കളക്ഷൻ ഡേ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ രീതി. അപ്പം നമുക്ക് ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ ഉപയോഗശൂന്യമായ സാധനങ്ങളെ പുറത്തെടുത്ത് വെച്ചാൽ അവർ കൊണ്ടുപോയിക്കോളും. അതിനാണ് ഇവിടെ വെർജ് കളക്ഷൻ ഡേ എന്ന് പറയുന്നത്. വെർജ് കളക്ഷൻ ഡേയ്ക്ക് വേണ്ടി ഓരോ വീട്ടുകാരും ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ കൂട്ടത്തിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മെത്ത, ചെയറ്, ടേബിള്, കുട്ടികൾക്കുള്ള ടോയ്സ്, ബാർബിക്യൂ ഉണ്ടാക്കുന്ന ബർണറ്, കുട്ടികൾക്കുള്ള കാർ സീറ്റ്, നിത്യോപയോഗ സാധനങ്ങൾ പലതും ഈ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ എല്ലാവിധ വസ്തുക്കളും കാണും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം. ആരും എടുക്കാത്തത് കൗൺസിൽ വന്ന് കൊണ്ടുപോകും. ഇതാണ് ഓസ്ട്രേലിയയിലെ ഒരു സംവിധാനം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഈ വെർജ് കളക്ഷൻ ഡേ വെക്കുന്നത്. 2 ആഴ്ചയോളം ഇത് സ്ട്രീറ്റിലിങ്ങനെ ഇരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ സ്റ്റുഡൻസായിട്ട് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പിന്നീട് അവർക്ക് ജോലിയൊക്കെ കിട്ടി വരുമാനമൊക്കെ ആയിക്കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നതും വരെ പഠിക്കുവാൻ ചെയ്യാറും കിടക്കുവാൻ മെത്തയും ടേബിളും എല്ലാം ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ നിന്ന് തന്നെ ലഭിക്കും. ഒട്ടുമുക്കാലും സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കും. വീട് മാറിപ്പോകുമ്പോഴൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവയായിരിക്കും.